എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നടന്ന SSLC മലയാളം പരീക്ഷയുടെ ആൻസർ കീയാണ് ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പത്തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. കൂടാതെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം: അവശ്യ സമയത്ത് മുദ്രമോതിരം ഉപകാരപ്പെടാത്തതിനാൽ. രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം: യുദ്ധമുറകൾ തെറ്റിച്ച് പാണ്ഡവർ നേടിയ വിജയം. മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം: പണത്തിനേക്കാൾ മൂല്യമേറിയതാണ് സത്യസന്ധത എന്നതാണ് ഉത്തരം. നാലാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം: വൃദ്ധയായ മാതാവ്. 5. പദവിയെ. ആറാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം: യുദ്ധം മാനവരാശിക്ക് വരുത്തുന്ന വിന. എത്ര പ്രതാപം ഉള്ളവനും പരാജയപ്പെടും. മനുഷ്യൻ്റെ ജീവിതം ഇതാണ് എന്ന് സമർത്ഥിച്ചിട്ടുണ്ട്. അടുത്തത് 7ാമത്തെ ചോദ്യമാണ്. ഇവിടെ നൽകിയിരിക്കുന്ന വരികൾക്ക് കാവ്യഭംഗി നൽകുന്ന 2 സവിശേഷത കണ്ടെത്തി എഴുതാനാണ് ചോദ്യം. ഉത്തരം നോക്കാം. വരികളുടെ രണ്ടാമത്തെ അക്ഷരം ഒരുപോലെ ആവർത്തിക്കുന്നു. ദ്വിതീയാക്ഷരപ്രാസം. 2 വരികളുടെ അവസാനം ഒരുപോലെ വന്നു. അന്ത്യാക്ഷരപ്രാസവും ഉണ്ട്. കൂടാതെ നളിനിയുടെ മുഖം ചുവന്നു തൊടുത്ത് മഞ്ഞുതുള്ളി വീണ പനിനീർ പൂവ് പോലെ അലങ്കാര ഭംഗിയും ഇവിടെ കാണാൻ സാധിക്കും. അടുത്തത്: അമ്മയ്ക്കു നൽകിയ പാഴ്ചിപ്പി എന്ന വിശേഷണത്തിൻ്റെ സവിശേഷമായ അർത്ഥതലം കണ്ടെത്തി എഴുതുക എന്നതാണ് ചോദ്യം. ഉത്തരം നോക്കാം. ചിപ്പിക്കുള്ളിൽ നിന്നും മുത്ത് നഷ്ടപ്പെട്ടാൽ പാഴ്ചിപ്പിയാകും. മകനെ നഷ്ടപ്പെട്ട അമ്മയുടെ അവസ്ഥയും. അടുത്തത് 9ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമാണ്. ഇവിടെ കാവ്യസന്ദർഭം, സമകാലിക സംഭവങ്ങൾ എന്നിവ പരിഗണിച്ച് നിങ്ങളുടെ നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കാനാണ്. ഇവിടെ ക്രോധത്തെക്കുറിച്ച് നാം മനസ്സിലാക്കിയ കാര്യങ്ങൾ എഴുതുകയാണ് വേണ്ടത്. കൂടാതെ സമകാലിക സന്ദർഭങ്ങൾ, അതായത് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഒട്ടേറെ ക്രോധം വരുത്തിവെക്കുന്ന വിനകളും മറ്റും ചേർത്താണ് നല്ലൊരു ഉത്തരം നിങ്ങൾ എഴുതേണ്ടത്. 10ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം കടൽ തീരത്ത് എന്ന പാഠഭാഗത്തെ നിന്നുമാണ്. പൊതിച്ചോറിനെ കുറിച്ചുള്ള പരാമർശങ്ങൾ കഥയെ ഭാവസാന്ദ്രമാക്കുന്നതിൽ എത്രത്തോളം പങ്കുവഹിച്ചിട്ടുണ്ട് എന്നാണ് ചോദ്യം. പൊതിച്ചോറ് കഥയുടെ അവസാനം ബലിച്ചോറായി മാറുന്നു. കൂടാതെ പൊതിച്ചോറിനുള്ള സവിശേഷമായ സ്ഥാനം, ബലിക്കാക്കകൾ അന്നം കൊത്താൻ വരുന്ന സന്ദർഭവും കൂടാതെ കഥയുടെ ഭാവതലവും ചേർത്തിട്ടാണ് ഉത്തരം തയ്യാറാക്കേണ്ടത്. അടുത്തത്: പുഷ്കരൻ എന്ന കഥാപാത്രത്തെക്കുറിച്ച് എന്തെല്ലാം സൂചനകളാണ് ഈ വരികളിൽ തെളിയുന്നത്? നിങ്ങളുടെ കണ്ടെത്തലുകൾ കുറിക്കുക എന്നതാണ്. കാവ്യഭാഗത്തു നിന്നും കഥാപാത്രത്തെ തിരിച്ചറിഞ്ഞെഴുതുക. കൂടാതെ പുഷ്കരന് നളനോടുള്ള അസൂയയും അപകർഷതാബോധവും തിരിച്ചറിഞ്ഞ് കഥാപാത്ര നിരൂപണം ചെയ്യുകയാണ് വേണ്ടത്. 12ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം: മിസ്സിസ് തലത്തിൻ്റെ ഇവിടെ തന്നിരിക്കുന്ന കാഴ്ചപ്പാടിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? സ്വാഭിപ്രായം സമർത്ഥിക്കുക എന്നതാണ്. ഇവിടെ മിസ്സിസ് തലത്ത് പറഞ്ഞതിൻ്റെ പൊരുൾ മനസ്സിലാക്കി നിങ്ങളുടെ അഭിപ്രായം എഴുതുകയാണ് വേണ്ടത്. 13ാമത്തെ ചോദ്യം പാവങ്ങൾ എന്ന പാഠഭാഗത്തിൽ നിന്നുള്ളതാണ്. മെത്രാൻ്റെ ഈ അഭ്യർത്ഥന യാങ്വാൾ യാങ്ങിൽ ഉണ്ടാക്കിയ പരിവർത്തനങ്ങൾ എന്തൊക്കെയാവാം? നിങ്ങളുടെ നിഗമനങ്ങൾ യുക്തിപൂർവ്വം സമർത്ഥിക്കുക എന്നതാണ്. കുറ്റവിമുക്തനാക്കിയതിലെ അത്ഭുതം. കൂടാതെ ആ വാക്കുകൾ കേട്ടപ്പോൾ ഉണ്ടായ മാനസിക പരിവർത്തനം. ഇനിയുള്ള ജീവിതം സത്യസന്ധമായി ജീവിക്കാനുള്ള പ്രേരണ. 14ാമത്തെ ചോദ്യം ആത്മാവിൻ്റെ വെളിപാടുകൾ എന്നുള്ള പാഠഭാഗത്തിൽ നിന്നുള്ളതാണ്. ഒടുങ്ങാത്ത ദുരിതങ്ങൾക്കിടയിലും സമൂഹത്തിന് പ്രത്യാശ നൽകുന്ന കഥാപാത്രമാണോ ദസ്തയേവ്സ്കി? സൂചനകളും പാഠഭാഗവും വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക എന്നതാണ്. ജീവിതത്തെ പ്രസാദാത്മകമായി കാണാൻ ദസ്തയേവ്സ്കി പഠിപ്പിക്കുന്നുവെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. കൂടാതെ ജീവിതം മഹത്തായ ഒന്നാണെന്ന് കണ്ടെത്തുന്നു. സഹനമാണ് ജീവിതം എന്ന് ഉള്ള തിരിച്ചറിവ്. അടുത്തത് 15ാമത്തെ ചോദ്യമാണ്. പ്രഭാഷണമാണ്. അക്കർമാശി എന്ന ആത്മകഥയെ വിശകലനം ചെയ്ത് എഴുതുകയാണ് വേണ്ടത്. വിശപ്പ് എന്ന വികാരത്തെ യുക്തിസഹമായി എഴുതണം. കൂടാതെ ആശയങ്ങൾ ക്രമീകരിച്ച് നിഗമനങ്ങൾ അവതരിപ്പിക്കുകയാണ് വേണ്ടത്. 16ാമത്തെ ചോദ്യത്തിന് ഉത്തരം കഥാസന്ദർഭം വിശകലനം ചെയ്യുക. കൂടാതെ കഥാപാത്ര സവിശേഷതകൾ തിരിച്ചറിയുക. 17 കവിതയെ വിശകലനം ചെയ്ത് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുകയാണ് വേണ്ടത്. നിങ്ങളുടെ പരീക്ഷയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.